ചിലർ എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങി വിൽക്കാൻ നോക്കിയാൽ അവർ വാങ്ങുന്ന സമയത്ത് വില കുറവായിരിക്കും. ഒരു ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് വില കൂടും, അവർക്ക് അതൊരു ഗുണമുണ്ടാകും. എന്നാൽ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞു എന്ന് തോന്നി, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നന്നാവുമെന്ന് വിചാരിച്ച് വാങ്ങി പിറ്റേ ദിവസം നോക്കുമ്പോൾ വില അതിഭീകരമായിട്ട് താഴേക്ക് പോകും. ഇത് സമയദോഷം കൊണ്ടാണോ, അത് ഈ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ, അത് ഓരോ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും നാളിൻ്റെയോ നക്ഷത്രത്തിൻ്റെയോ ദോഷം കൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതിലൊക്കെ പ്രസക്തി ഇല്ല എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയത നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം പഠനങ്ങൾ നമ്മുടെ പ്രവൃത്തിയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. ചില ആളുകൾ നന്നായി കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്താലും അവർക്ക് വളരെയധികം ഗുണം ഉണ്ടാവുന്നുണ്ട്, ഞാൻ ചെയ്തിട്ട് അത് നന്നാവുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് സത്യത്തിൽ അവിടെയാണ് ഞാൻ ചെയ്തതും അവർ ചെയ്തതും തമ്മിലുള്ള കമ്പാരിസൺസിൻ്റെ, അല്ലെങ്കിൽ ചെയ്ത രീതികളുടെ, പെരുമാറ്റങ്ങളുടെ, കസ്റ്റമറോ അല്ലെങ്കിൽ നമ്മൾ ആരോട് ചെയ്തോ അവരോടുള്ള നമ്മുടെ ബിഹേവിയറിൻ്റെ, ഇങ്ങനെ പലതരത്തിൽ നമ്മളുടെ തെറ്റും വേറൊരാളുടെ ശരിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺസ് നമുക്ക് കിട്ടുന്ന ഒരവസരം. ആ കമ്പാരിസൺസ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ആ ആൾക്കും ചിലപ്പോൾ ചില അബദ്ധങ്ങൾ ചെയ്ത രീതിയിൽ പറ്റിയിട്ടുണ്ടാവും. നമ്മളവിടെ ഈ പഠനത്തിനല്ല നമ്മൾ സമയം ഉപയോഗിക്കുക, നമ്മൾ വിധിക്ക് വേണ്ടി നമ്മളെ വിട്ടുകളയുക.